നമസ്കാരം. അതിഥിയിലേക്ക് സ്വാഗതം. 1986 ഇടുക്കിയിലെ തങ്കമണി എന്ന സ്ഥലത്ത് നടന്ന പോലീസ് നരനായാട്ട് ഏതാണ്ട് 48 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെ വരെ നടുക്കിയ തങ്കമണി എന്ന സംഭവം വലിയ വിവാദമായി മാറി. തങ്കമണി എന്ന സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള അഭിനേതാവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ഉള്ളത്. പ്രത്യേകിച്ച് ഇടുക്കി സ്വദേശി കൂടിയായിട്ടുള്ള അനീഷ് ആനന്ദനാണ്. സ്വാഗതം. നമസ്കാരം. അനീഷ്, ഇപ്പോൾ നമുക്കറിയാം, മലയാള സിനിമ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചുരുക്കം ചില സിനിമകൾക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റിലീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ. റിലീസ് കോടതിയിൽ വരെ പോയി കേസിന് ശേഷം റിലീസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു സിനിമയാണ് തങ്കമണി എന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സമയം ശരിക്കും റിലീസ് നീട്ടി വെക്കേണ്ടി വന്നു. സിനിമ ചിലപ്പം പുറത്തോട്ട് വരത്തില്ല എന്നുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടാകും. ശരിക്കും ആ ഒരു സമയത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ആ സമയത്ത് വിശദീകരിക്കുകയാണെങ്കിൽ ശരിക്കും 25 കോടി അധികം മുടക്കമുള്ള സിനിമയാണ് തങ്കമണി. തങ്കമണി ഗ്രാമത്തെക്കുറിച്ച് യാതൊരു ആക്ഷേപകരമായിട്ട് രീതിയിൽ ചിത്രത്തിൽ പറയുന്നില്ല. ഇപ്പം പടം 2ാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് തങ്കമണി നാടിനെക്കുറിച്ച് നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ പാട്ട് പെണ്ണിൻ്റെ പേരിലെ തങ്കമണി എന്ന് പറഞ്ഞൊരു പാട്ട് BT അനുകുമാർ എഴുതിയ പാട്ടിൻ്റെ അകത്ത് എന്തോ തെറ്റിദ്ധാരണ പുറത്താണ് അവിടുത്തെ നാട്ടുകാരനായ ഒരാൾ ഉണ്ടായി കേസ് കൊടുത്തത്. പക്ഷേ അത് കോടതി വിലയിരുത്തി സെൻസർ ബോർഡിന് വിട്ടുകൊടുക്കുകയും അതോടൊപ്പം തന്നെ കോടതി തങ്കമണി എന്നുള്ള പേര് മാറ്റണ്ട, അതുപോലെ തന്നെ പടം ഇറങ്ങിക്കോളാൻ തന്നെ അനുമതി നൽകുകയും ചെയ്തു. ഇതാണ് നിലവിൽ ഉണ്ടായത്. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും കാരണവശാലും ഇത് ഡേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പരസ്യവും ചെയ്തു, ഇത്രയും പബ്ലിസിറ്റിയും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ഡേറ്റ് മാറുമ്പോൾ അതിൻ്റേതായ ലക്ഷങ്ങൾ നഷ്ടമുണ്ട് സിനിമയ്ക്ക്. പക്ഷെ അത് നല്ല തരണം ചെയ്ത് സിനിമ നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗണേഷ് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെ കോടികൾ മുടക്കി ഒരു ചിത്രം എടുക്കുന്നു. ശരിക്കും ഇടുക്കിയിൽ നിന്നുള്ള ഒരു സിനിമ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തങ്കമണി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സിനിമ വരുന്നു. ഈ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? അത് ഭയങ്കര സന്തോഷം പറയാനുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ പടത്തിലെ ഡയറക്ടർ രതീഷ് ശ്രീകുമാർ സാറ്, പുള്ളിയാണ് നമ്മളെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ്, അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് എപ്പോഴാണ് എൻ്റെ വേഷം എപ്പോഴാണെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫ് കാണത്തില്ല, സെക്കൻഡ് ഹാഫ് തൊട്ട് അനീഷ് കവലയിൽ വായനശാല സെക്രട്ടറി ആയിട്ട് കുറേ സീനുകളിൽ വന്ന് പോകുന്ന കുറേ നല്ലൊരു വേഷമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ട് നല്ലൊരു ഡയലോഗോടുകൂടി നമുക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്താനും പറ്റി. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു പീക്ക് ടൈമിൽ, ആ ചിത്രത്തിൻ്റെ ഒരു പീക്ക് ടൈമിൽ അല്ലേ, വായനശാല സെക്രട്ടറിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. ആ ഒരു 5 ഡയലോഗിലൂടെ അല്ലേ കഥയ്ക്ക് ഒരു ചേഞ്ചസ് വരുന്നു. നാട്ടുകാർ തിളച്ചു നിൽക്കുക, നമുക്ക് കാര്യങ്ങൾ വഷളാകാതെ തീർക്കണം. അതിനുള്ള നീക്കമാണ് സാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ബസ് പോലീസ് കൊണ്ടുപോകും. പോലീസുകാരെയും ബസിന്റെ ആളുകളെയും തല്ലിച്ചതച്ച മുഴുവൻ പേരെയും നാളെ അച്ഛനും പ്രസിഡന്റും ചേർന്ന് സ്റ്റേഷനിൽ എത്തിക്കണം. കേട്ടോ? ഒരുത്തരും ഇവിടുന്ന് ബസ് കൊണ്ടുപോകാൻ മുതലാളിമാരും വലിയ ഏമാമാർക്കും വരട്ടെ. തങ്കമണിയിലെ പിള്ളേരെ തല്ലിയുടെ സമാനം പറഞ്ഞിട്ട് ബസ് ഇവിടുന്ന് ഉണ്ടാക്കിയാൽ ശരിക്കും ആ ഒരു ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പങ്കുവയ്ക്കാം. നമ്മൾ അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരോടൊപ്പം, ദിലീപേട്ടനടക്കമുള്ള ആളുകളോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ്. ഞാനിത് വലിയ ഗ്രൂവിലായിട്ട് അഭിനയിക്കുന്നത് തങ്കമണി എന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമാണ്. കാരണം വെച്ചാൽ ദിലീപേട്ടൻ്റെ ഓരോരോ കാര്യങ്ങളിലെല്ലാം ഞാൻ പടങ്ങൾ ഇറങ്ങുമ്പോഴല്ല എൻ്റെ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചറിയാം, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദിലീപേട്ടൻ്റെ പടത്തിന് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യം. അത് നമ്മുടെ ഡയറക്ടർ രതീഷ് ശ്രീകുമാർ സാറിൻ്റെ പടത്തിലൂടെ എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റി. പിന്നെ ദിലീപേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദിലീപേട്ടൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരുമായിട്ട് നല്ല കോപ്പറേറ്റീവായിട്ട് സംസാരിക്കുകയും ഇടപെടുന്ന ആളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഞാൻ അവിടെ മിക്ക ദിവസം ലൊക്കേഷനിലുണ്ട്. ദിലീപേട്ടനെ കാണും, ചിരിക്കും, അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഫോട്ടോ എടുക്കും. അന്നേരം ദിലീപേട്ടനോടൊപ്പം ഫോട്ടോ എടുക്കും. അപ്പോൾ ഞാൻ
എൻ്റെ പ്രൊഡക്ഷൻ കണ്ടറുണ്ട് അമൃത മോഹൻ എന്ന് പറഞ്ഞു, മോഹനചാട്ടൻ പറഞ്ഞു, മോഹനേട്ടാ എനിക്ക് തിരുവനന്തപുരം ഫോട്ടോ എടുക്കണം, അപ്പോൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മോഹനേട്ടൻ വന്നിട്ട് പറഞ്ഞു, ദിലീപേട്ട ഇത് അനീഷ്. എന്നിട്ട് ദിലീപേട്ടൻ എടുത്തു വരില്ല, അനീഷിനെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെ എന്നെ അറിയാം? അന്നേരം ദിലീപേട്ടൻ ഞാൻ പതുക്കെ ചോദിച്ചു, എങ്ങനെ എന്നിട്ട് പതുക്കെ ചോദിച്ചു. ഒരു വീഡിയോ ഉണ്ട്, അത് ചെറുതായിട്ട് കേൾക്കാം. അല്ല, ഇതിൻ്റെ ഈ സിനിമയുടെ തുടക്കം മുതൽ അനീഷ് കൂടെ ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ അനീഷിൻ്റെ കുറേ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം. ഇത്രയും കാരണം വെച്ചാൽ ദിലീപേട്ടൻ അവിടെ വന്നപ്പോൾ ഓരോ ആളുകളെയും വാച്ച് ചെയ്തു എന്നുള്ളതാണ് സത്യത്തിൽ. പക്ഷെ നമ്മളെ പുള്ളി തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം വളരെ സന്തോഷമാണ്. അന്നേരം പിറ്റേ ദിവസം കൊണ്ട് പറഞ്ഞു, നാളെ പ്രൊഫഷണൽസും ഓൾ ദി ബെസ്റ്റ്, കയ്യിൽ നിന്ന് എന്നെ വിടുകയായിരുന്നു. അത് ഭയങ്കര അനുഭവം, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. മറ്റ് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുന്നു. ഇതിലെന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിനിങ് പോയിന്റ്, ഒരു പ്രധാന ടൈമിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പീക്ക് ടൈമിൽ ഒരു ഡയലോഗായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ശരിക്കും ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. തങ്കമണി സിനിമ കണ്ടിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ, ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇഷ്ടംപോലെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ കാത്തിരുന്ന ഒരു സിനിമ ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇറങ്ങാൻ വൈകുന്ന ഒരു സാഹചര്യം വന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു നല്ല വേഷത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ സിനിമ ഇറങ്ങാനായിട്ട് ഇത്ര താമസം വരുന്നു, ഇനി ഇറങ്ങുകയോ ഇല്ലയോ എന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെ നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. കോടതിയിലൊക്കെ കേസ് നിൽക്കുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ ഈ ഹൈറേഞ്ചിൽ നിന്നുള്ള ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് ചെറിയ സിനിമകളിലൂടെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സിനിമയിൽ ഒരു നല്ലൊരു വേഷത്തിലേക്ക് വന്നു, അത് ഇങ്ങനെ ആയി നിൽക്കുന്നല്ലോ എന്നുള്ള ഒരു സമയം, അതൊക്കെ എങ്ങനെയായിരുന്നു? അന്നേരം നല്ലൊരു ടെൻഷൻ തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ മാത്രമല്ല, ഇതിനകത്ത് അഭിനയിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നമ്മുടെ കൊല്ലം, പുനലൂർ അടക്കമുള്ള ആളുകളുടെ അഭിനയ മോഹികളായ ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവർ തന്നെ വിളിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, നമ്മുടെ നാട്ടിലാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ഈ പരാതി പോയിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്താണ് സംഭവം എന്ന് അറിയില്ല, എന്തായാലും സത്യം ചെയ്യും, അത് കറക്റ്റായിട്ട് വരികയും ചെയ്യും. ചിത്രീകരണമൊക്കെ എവിടെയായിരുന്നു ശരിക്കും? ചിത്രീകരണം നമ്മുടെ കാലഘട്ടം ചിത്രീകരിച്ചത് നമ്മുടെ ഈ തൊട്ടപ്പുറമുള്ള കട്ടപ്പന പടുക എന്ന സ്ഥലമുണ്ട്, വെള്ളാങ്കണ്ട, അവിടെയാണ് സെറ്റിട്ട് 1986 കാലഘട്ടം കാണിച്ചത്. പിന്നെ ബാക്കിയെല്ലാം ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, വാഗമൺ സ്ഥലങ്ങളിലായിരുന്നു. തൊട്ടടുത്ത മേഖലയിൽ തന്നെ. ഓക്കെ. അപ്പം ഇതിന്റെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു കൂടെ? എന്തോ സിനിമയുടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു? തുടക്കം മുതലേ ഏകദേശം കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ ആ ഒരു സിനിമയുടെ ഒരു ഇതിലൂടെ നമുക്ക് അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അനീഷിനെ. അപ്പൊ ഇപ്പം പുതിയ സിനിമകൾക്കൊക്കെ ഉള്ള ഇതായോ നമുക്ക്? പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അടുത്ത മാസം ഒക്കെ പടം റിലീസുണ്ട്, 5-ാം ഭേദം. അതിൻ്റെ അകത്ത് ഞാൻ ത്രൂ ഔട്ട് വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഏപ്രിൽ 26-ാം തീയതിയാണ് റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ കൺഫേം ആയിട്ടില്ല, അല്ലെങ്കിൽ മെയിലേക്ക് വരും. അതാണ് ഇപ്പം ഉള്ള സന്തോഷം. പിന്നെ കുറേ പടങ്ങളിലെല്ലാം എനിക്ക് ഇങ്ങോട്ട് വിളി വന്നിട്ടുണ്ട് വേഷത്തിന് വേണ്ടി. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ സന്തോഷം പങ്കിടാൻ നടത്തിയിരിക്കുന്നു. ഓക്കെ. എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു മേഖലയിലേക്കുള്ള വരവ്, ഈ സിനിമാ മേഖലയിലേക്ക് അഭിനയിക്കാനുള്ള ഒരു ഇതിലേക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മേഖലയിലേക്ക് വരുന്ന പറഞ്ഞാൽ വടകരയുള്ള രമേശ് വടകര എന്ന് പറഞ്ഞ ഒരാളുണ്ട്. TP ചന്ദ്രശേഖരൻ സിനിമ 2015 അതിൻ്റെ നായകനാണ് എന്നെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം രമേശ് ചേട്ടനായിട്ട് ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പ് വെച്ചുള്ള ബന്ധമുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാനിരുന്ന് സ്പോട്ടിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്തിട്ട് പോയി ഓരോരോ പ്രോഗ്രാമുണ്ട്, ആനന്ദമേളനം എന്ന് പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഒരു പ്രോഗ്രാമുണ്ട്. ഞങ്ങൾ ഒരു ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എങ്ങനെ പോയാലും നമ്മൾ അത്യാവശ്യം സ്കോർ ചെയ്യും. അപ്പോൾ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുകയും എൻ്റെ നമ്പർ മേടിക്കുകയും പിന്നെ ഞങ്ങൾ സൗഹൃദമാകുന്നു. ഒരു സുപ്രഭാതത്തിൽ അങ്ങേരുടെ വാർത്ത പത്രത്തിൽ വരുന്നു, TPയുടെ അപരൻ സിനിമയിൽ നിന്നുണ്ട്. അന്ന് ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നിൽക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഞാൻ രമേശ് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രമേശ് ചേട്ടൻ അതിലേക്ക് എന്നെ ക്ഷണിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒത്തിരി തമാശകളുണ്ട്. കാരണം ഡയറക്ടർ നമ്പർ എനിക്ക് തന്നു. ഞാൻ ഡയറക്ടർ നമ്പർ വിളിച്ചിട്ട് മൊയ്തുദാർ എന്നാണ് പേര്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു രമേശ് ചേട്ടൻ നല്ല അഭിനേതാവാണ്, അയാളെ പൂർത്തി പറഞ്ഞു. പക്ഷെ ഞാൻ പുള്ളി ചിന്തിച്ചത് എനിക്ക് വേഷം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു രമേശ് ചേട്ടനെ നന്നായിട്ട് പൊക്കി പറഞ്ഞിരുന്നു പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു എടാ അതല്ലടാ നിൻ്റെ വേഷത്തായിരുന്നു ചോദിക്കാനെന്ന് പറഞ്ഞു. എന്നെ കട്ട് ഞാൻ വീണ്ടും വിളിച്ചു. പിന്നെ പടകർക്ക് എല്ലാം പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് TK രജിസ്റ്റർ എന്നുള്ള കഥാപാത്രം എനിക്ക് തരികയാണ്. പിന്നെ അവിടെ നിന്നാണ് ഇവിടം വരെ ഞാൻ എത്തിയത്. പിന്നെ കുറേ പടങ്ങൾ ചെയ്തു, പട്ടാഭിരാമന, മൂന്നാം പ്രളയം, ഒന്നും അറിയാതെ, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. പിന്നെ കൂടുതലും ചരിത്ര സംഭവങ്ങളിൽ ഊന്നിയിട്ടുള്ള സിനിമകളിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇത്തരത്തിലുള്ള സംവിധായകരുമായിട്ടാണെന്ന് തോന്നുന്നു അനീഷിന് കൂടുതൽ അടുപ്പം. കൂടുതലായിട്ട് കാരണം അതങ്ങനെ ദൈവാനുഗ്രഹം പോലെ നമുക്ക് വന്നു തീർന്നു. ഇപ്പൊ ഇടുക്കിയെ സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പൊ ഒരുപാട് സിനിമകളുടെ ഭാഗ്യ ലൊക്കേഷനാണ് ഇടുക്കി. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമ നടന്മാരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇടുക്കിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരാളായിട്ടാണ് അനീഷ് മാറിയിരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും.
എന്നുവെച്ചാൽ ഇടുക്കി വരുന്ന എനിക്ക് അവിടെ നിന്നുള്ള ബന്ധങ്ങൾ പുറത്താണ് ഇവിടെ വേഷങ്ങൾ കിട്ടുന്നത്. ഇടുക്കി വന്ന ആരും എന്നെ അങ്ങനെ വിളിക്കാറില്ല ഇതുവരെ. ഇനിയിപ്പം ഈ പടം ഇറങ്ങിയ ശേഷം വിളി ഒരെണ്ണം വന്നിട്ടുണ്ട്, പിന്നെ ബാക്കിയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ. മനീഷിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, ഇതാണ് കുടുംബ പശ്ചാത്തലം. ഓക്കെ. കുടുംബത്തിൽ ആരെല്ലാം സിനിമ മേഖലയായിട്ടൊക്കെ ബന്ധമുള്ളവരുണ്ടോ? കുടുംബത്തിൽ അങ്ങനെ ഇല്ല. മീൻസ് ഈ അഭിനയ മേഖലയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകളുണ്ടോ? കുടുംബത്തിൽ അങ്ങനെ കലാകാരന്മാരുടെ അച്ഛന് ഒക്കെ ചെറിയൊരു കലാവാസനയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നത് അങ്ങനെ ഉള്ളായിരുന്നു. ഓക്കെ. അപ്പൊ അത്തരത്തിൽ ഒരു കലാകുടുംബം അല്ലെങ്കിൽ പോലും അല്ലെ കലയെ സ്നേഹിച്ച് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ സിനിമയിലേക്ക് എത്തി. പിന്നെ ചെറുപ്പം പോലെ നാടകങ്ങളുണ്ടായിരുന്നു. നാടകത്തിലേക്ക് അഭിനയത്തിന്റെ ആദ്യ നാടകത്തെ പറഞ്ഞു തന്നത് നമ്മുടെ K. ശിവറാമൻ, അല്ലേട്ടൻ നമ്മുടെ ബന്ധു കൂടിയാണ്. അതെ, അല്ലേട്ടന് ആണ് നമ്മുടെ പ്രത്യേകിച്ച് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം നാടക ആചാര്യന്മാർ ഒരുപാടുള്ള അല്ലേട്ടന്, KC ജോർജ്, ഇവരൊക്കെയാണ് ആദ്യം 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലേട്ടൻ്റെ അഭിനയത്തിന്റെ ഒരു തലമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാനും നാടകത്തിലേക്ക് വരുന്നത് K. ശിവറാമിലൂടെയാണ്. K. ശിവറാം സംവിധാനം ചെയ്തിട്ടുള്ള നാടകമാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച് അന്ന് ജില്ലാതലത്തിലൊക്കെ മത്സരിക്കാൻ പോകാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുകയുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് ഇത്തരത്തിലുള്ള നാടകങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് K. ശിവറാം. പേര് പറഞ്ഞപ്പോൾ ഞാനത് അതെ. അതായത് അല്ലേട്ടൻ്റെ പരീക്ഷണ ഗണിപ്പ് നിൽക്കുന്ന നാടകം, പിന്നെ KC ചായന്റെ അച്യുതന് ജോലി കിട്ടി എന്ന് പറഞ്ഞ നാടകങ്ങളൊക്കെ ഞങ്ങള് സബ് ജില്ല തലങ്ങളിലൊക്കെ പോകുമായിരുന്നു. പിന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു നാടകം കൊണ്ട്. അതൊക്കെ അല്ലേട്ടനൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് എന്നുവെച്ചാൽ നമുക്ക് അഭിനയത്തിൽ ഒരു മീറ്റർ അറിയാൻ പറ്റി. അതെ. അതിനുശേഷം നമുക്ക് കുറെ ഗുരുക്കന്മാർ പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സ്ഥലം, ഇടുക്കിയിലേക്ക് കട്ടപ്പനയിലോട്ടൊക്കെ ഈ ഒരു കലയെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ കുറെ ഗുരുക്കന്മാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നന്ദേട്ടൻ, അതായത് നന്ദൻ മേനോന്. നന്ദൻ മേനോനും K. ശിവറാം ഒരുമിച്ചായിരുന്നു അന്നൊക്കെ സ്കൂളുകളിലെ പ്രോഗ്രാമുകൾക്കൊക്കെ കുട്ടികളെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുമ്പു സൈത്ത മാസ്റ്ററിന്റെ ഒരു ട്രെയിനിങ് എനിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതായത് മാഷാസിന് നമുക്ക് എന്ത് പോയാലും മാഷാസ് അത്യാവശ്യം അറിഞ്ഞില്ല നമ്മുടെ സിനിമയിൽ. അപ്പം മാഷിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട്. പിന്നെ മാഷ് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടത്തിൽ എന്നെ കാശ് ചെയ്തത് 5ാം പേരത്തിൽ. അത് നല്ല ത്രൂഔട്ടൊരു വേഷമാണ്. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു. പിന്നെ എന്താണ് കുറേ പടങ്ങൾ 3-5 പടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങിയിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇടുക്കിയിലെ ഒരു കലാകാരൻ സിനിമയുടെ അഭ്രപാളികളിലേക്ക് എത്തി. ശരിക്കും ഇടുക്കിക്കാർക്ക് ഒരു അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. എന്തായാലും മനീഷ് ആനന്ദനെ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇപ്പോൾ ദിലീപേട്ടനെ പോലുള്ള സിനിമാ നടനോടൊപ്പം അഭിനയിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോട് നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ ഒരു ആഗ്രഹവും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമാ ലോകത്തെ പ്രമുഖ നടന്മാർക്കൊപ്പം തന്നെ ഇനിയുള്ള കാലഘട്ടത്തിലും ഇനിയുള്ള നാളുകളിലും അഭിനയിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അതിഥിയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.